വെൽക്കം ടു സഫിയർ ഫ്യൂച്ചർ അക്കാദമി. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്താണ്, അമ്നിയോസിന്തസിസ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വേരിയസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഏതൊക്കെയാണ് വേരിയസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്, ബാരിയർ മെത്തേഡ്, ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇഞ്ചക്റ്റബിൾസ്, സർജിക്കൽസ്. ഇതിൽ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇഞ്ചക്റ്റബിൾസ് എന്താണ്, സർജിക്കൽ മെത്തേഡ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഇഞ്ചക്റ്റബിൾസ്. ഇഞ്ചക്റ്റബിൾസ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ എടുക്കുന്നത്, അതായത് കുത്തിവയ്ക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ചില യൂട്രസിന്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡിവൈസസുകളെ കുറിച്ച് പറഞ്ഞു. ബാരിയർ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. ചില ബാരിയറുകൾ യൂട്രസിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതുപോലെ നാച്ചുറൽ, യാതൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡും ഉപയോഗിക്കാത്തത് നാച്ചുറൽ മെത്തേഡ്. ഗുളികകൾ കഴിക്കുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞു. ഇത് കൂടാതെ നമുക്ക് ചില രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത് വഴി നമുക്ക് ബർത്ത് അല്ലെങ്കിൽ എന്താണ് പ്രോജനി റീപ്രൊഡക്ഷൻ നമുക്ക് തടയാൻ സാധിക്കും. ഓക്കെ, അതിലൊന്നാണ് ഇഞ്ചക്റ്റബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇഞ്ചക്റ്റബിൾസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു കോയിറ്റസ് സംഭവിച്ചു എന്ന് വിചാരിക്കും. ഒരു സെക്ഷൽ കോണ്ടാക്ട് സംഭവിച്ചു. അതായത് ആ സെക്ഷൽ കോണ്ടാക്റ്റിൽ ആ കപ്പിൾസ് യാതൊരു തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും ഉപയോഗിച്ചില്ല. എന്നാൽ അവർക്ക് കൺസീവ് ആവേണ്ട ആവശ്യവും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആയിട്ടാണ് ഈ ഒരു ഇഞ്ചക്റ്റബിൾസ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ പ്രൊജസ്റ്റോജൻ ഓർ പ്രൊജസ്റ്റോജൻ ഈസ്ട്രോജൻ കോംപ്ലക്സ്, പ്രൊജസ്റ്റോജൻ അല്ലെങ്കിൽ പ്രൊജസ്റ്റോജൻ ഓർ ഈസ്ട്രോജൻ കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ആ ഒരു കൺസെപ്ഷൻ നമുക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസി നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. അതായത് യാതൊരു തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡും ഉപയോഗിച്ചില്ല എങ്കിൽ ഒരു സെക്ഷൽ കോണ്ടാക്ട് നടന്നു, ആ പാർട്ട്നേഴ്സ് യാതൊരു തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ്സും ഉപയോഗിച്ചില്ല. അങ്ങനെ ആ സെക്ഷൽ കോണ്ടാക്ട് നടന്നതിന് ശേഷം 72 മണിക്കൂറിന് ഉള്ളിലാണ് 72 മണിക്കൂറുകൾക്ക് ഉള്ളിൽ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടെ ചെന്ന് നമ്മൾ ഇതുപോലെ ഒരു പ്രഗ്നൻസി തടയാനുള്ള ഇഞ്ചക്ഷൻ എടുക്കണം എന്നുള്ള ആവശ്യമാണെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ പ്രൊജസ്റ്റോജൻ അല്ലെങ്കിൽ പ്രൊജസ്റ്റോജൻ ഈസ്ട്രോജൻ കോംപ്ലക്സ് അടങ്ങിയിരിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ വഴി നമുക്ക് പ്രഗ്നൻസി നമുക്ക് തടയാൻ പറ്റും. അതായത് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ഇപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിടയിൽ ഫെർട്ടിലൈസേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്ത് സാധിക്കുന്നറിയാമോ, ഇവരെ ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യും. ഫെർട്ടിലൈസേഷൻ നടന്നെങ്കിൽ പോലും ഫൈനൽ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഇംപ്ലാന്റേഷനെ ഈ പറയുന്ന കോംപ്ലക്സുകൾ തടയുന്നതാണ്. അതാണ് നമ്മൾ ഇഞ്ചക്റ്റബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ്സ്. അതായത് സർജറി, ശസ്ത്രക്രിയ, ഓപ്പറേഷൻ ചെയ്യുന്നത് മൂലം നമുക്ക് പ്രഗ്നൻസി തടയാൻ പറ്റും. അതാണ് സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ ഒരു ആക്സസറി ഡക്റ്റിന്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നു. അതുപോലെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റില് ഒരു ഫീമെയിൽ ആക്സസറി ഡക്റ്റിന്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നു. അത് നമ്മൾ സർജറി വഴി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സർജിക്കൽ മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ, സർജിക്കൽ മെത്തേഡ്. ഓക്കെ, അതായത് സർജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് മെയിലിലും ഫീമെയിലിലും ഈ സർജിക്കൽ മെത്തേഡിന് 2 പേരാണ് പറയുന്നത്. മെയിൽസിലുള്ള സർജറിക്ക് പറയുന്ന പേരാണ് വാസക്ടമി എന്ന് വിളിക്കും. ഫീമെയിൽസിനാണെങ്കിൽ അതിനെ ട്യൂബക്ടമി എന്ന് വിളിക്കും. ഓക്കെ, വാസക്ടമി ആൻഡ് ട്യൂബക്ടമി. അതായത് സർജറി ഇൻ മെയിൽസിൽ നടത്തുന്ന സർജറിയാണ്
വാസക്ടമി എന്ന് വിളിക്കുക. ഫീമെയിൽസിൽ നടത്തുന്ന സർജറിയാണ് ഫീമെയിൽ സർജറി. ഫീമെയിൽസിൽ നടത്തുന്ന സർജറിക്ക് വിളിക്കുന്ന പേരാണ് ട്യൂബക്ടമി എന്ന് വിളിക്കുന്നത്. അതായത് വാസക്ടമിയിൽ എന്താണ് വാസക്ടമി നോക്കാം. വാസക്ടമി നമ്മൾ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതില് ഇതിങ്ങനെ ടെസ്റ്റിസിൽ നിന്നും നമ്മൾ പറഞ്ഞു ഡക്റ്റുകളുണ്ട്, ആക്സസറി ഡക്റ്റുകളുണ്ട്, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഉണ്ട്, റെക്ടർ ടെസ്റ്റിസ് ഉണ്ട്, വാസ എഫറൻഷ്യ ഒക്കെ ഉണ്ട്. ഇതെല്ലാം ആക്സസറി ഡക്റ്റുകളാണ്. ഇവര് സ്പേം സെമിനിഫറസ് ട്യൂബ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിനെയും കൊണ്ട് എപ്പിഡിഡൈമിസിലേക്ക് വരും. എപ്പിഡിഡൈമിസ്, ആ എപ്പിഡിഡൈമിസിൽ നിന്നും തുടങ്ങുന്ന, നമുക്കറിയാം എപ്പിഡിഡൈമിസിൽ നിന്നും തുടങ്ങുന്ന ഒരു ആക്സസറി, അതായത് സ്പേമിനെയും കൊണ്ടുവരുന്ന ആക്സസറി ഡക്റ്റിന്റെ പേരെന്താണ്? ആക്സസറി ഡക്റ്റിന്റെ പേരാണ് വാസ് ഡിഫറൻസ്. ഈ വാസ് ഡിഫറൻസിന്റെ ഒരു ഭാഗം അവര് കട്ട് ചെയ്യും. ഓക്കെ, സർജറി എന്ന് പറയുന്നത് വാസ് ഡിഫറൻസിന്റെ, ഇത് വാസ് ഡിഫറൻസ് ആണെങ്കിൽ ഈ വാസ് ഡിഫറൻസിന്റെ ഈ ഭാഗം ഇവിടെ വെച്ച് കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗം ഇവിടെ വെച്ച് ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ചുരുട്ടി വെക്കും. ഇതിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അത് ടൈ ചെയ്യും. ഓക്കെ, സോ അപ്പോൾ നോർമലി സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം, ആക്സസറി ഡക്റ്റുകൾ, റെക്ടർ ടെസ്റ്റിസ്, അതുപോലെ വാസ് എഫറൻഷ്യ വഴി എപ്പിഡിഡൈമിസിലേക്ക് എത്തുകയും എപ്പിഡിഡൈമിസിൽ നിന്നും സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പെനിസിന്റെ ഇറക്ഷൻ നടന്നിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് മൂവ് ചെയ്യും. വാസ് ഡിഫറൻസിൽ നിന്ന് മൂവ് ചെയ്ത് അത് ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഒരു വാസക്ടമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസ് ഡിഫറൻസിന്റെ ഒരു ഭാഗം ടൈ ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ട് കെട്ടിവെക്കും. അപ്പൊ കെട്ടിവെച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്നും റിലീസ് ചെയ്യുന്ന സ്പേം എന്ത് ചെയ്യില്ല? ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് വരില്ല. അപ്പൊ അങ്ങനെ ഒരു മെയിൽ പാർട്ട്ണർ സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുമ്പോൾ സെമിനൽ വെസിക്കിൾസ് ഉണ്ടാവും, പക്ഷെ അതില് സെമനില് സ്പേംസ് ഉണ്ടാവില്ല. ആ സ്പേംസ് ഉണ്ടെങ്കിൽ മാത്രമേ, സ്പേംസ് ആണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ ഓവമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ സ്പേംസ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ടെക്നിക്കിന് വിളിക്കുന്ന, ഒരു സർജിക്കൽ മെത്തേഡിന് വിളിക്കുന്ന പേരാണ് വാസക്ടമി. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ സ്പേം ഇവിടെ വരുന്ന സ്പേം അത് ഇവിടെ വരികയും ബോഡി തന്നെ അതിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ എന്ത് സംഭവിക്കുന്നില്ല? ഇജാക്കുലേഷൻ നടക്കുമ്പോൾ അതിൽ ആ സെമനില് അല്ലെങ്കിൽ ആ സെക്രീഷനിൽ സ്പേം ഉണ്ടാവുന്നില്ല. അങ്ങനെ നമുക്ക് പ്രഗ്നൻസി നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഈ വാസക്ടമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ ഒരു വാസക്ടമി ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളുടെ, ഒരു മെയിൽ പാർട്ട്ണറുടെ സെക്ഷൽ ലൈഫിനെ അത് ബാധിക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ വളരെ കുറച്ച് സമയം എടുത്ത് ചെയ്യാവുന്ന ഒരു മൈനർ സർജറിയാണ് വാസക്ടമി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് മെയിൽസിൽ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഓക്കെ, അതാണ് സർജിക്കൽ മെത്തേഡിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് വാസക്ടമി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാസക്ടമിയിൽ വാസ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്പേമിനെ ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഡക്റ്റാണ്, ഒരു ട്യൂബാണ്. അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് നമ്മളിങ്ങനെ കെട്ടി ഇങ്ങനെ വെക്കും. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് വാസക്ടമി. ദെൻ നെക്സ്റ്റ് ഫീമെയിൽ സർജിക്കൽ മെത്തേഡ് ട്യൂബക്ടമി. Tubectomy, female reproductive system.
ഓക്കെ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതാണ് നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ ട്യൂബിൽ നമുക്കറിയാം ഇൻഫന്റിബുലം, ആംബ്യുള്ള, ഇസ്തമസ് ഒക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ് ഓവിഡക്റ്റ്. അത് ഓവത്തിനെ കൊണ്ടുപോകുന്ന ഡക്റ്റുകൾക്കാണ് ഓവിഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഫലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഫീമെയിൽ സർജറിയിൽ അല്ലെങ്കിൽ ട്യൂബക്ടമിയിൽ സാധാരണ ചെയ്യുന്നത് ഈ എന്താണ് ഈ ഫലോപ്പിയൻ ട്യൂബിന്റെ ഒരു പോർഷൻ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സപ്പോസ് ഇതുണ്ടോ ഫലോപ്പിയൻ ട്യൂബ്, ഇതുണ്ട് ഇവിടെ ഒരു ഭാഗം ഇതെടുത്തു, ഇതുണ്ടോ ഇങ്ങനെ ഒരു ഭാഗം. അപ്പൊ നോർമൽ കേസിൽ ഇതിലൂടെയാണ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇതിലൂടെയാണ് ഓവം റിലീസ് ചെയ്ത് വരുന്നത് അല്ലെ. അതുപോലെ തന്നെ സ്പേമും മൂവ് ചെയ്ത് വരുന്നത് ഇതിലൂടെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ, ഇതുപോലെ ഫലോപ്പിയൻ ട്യൂബിന്റെ ഒരു ഭാഗം കട്ട് ചെയ്യും, കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി വെക്കും ഇതുപോലെ. ഇതിങ്ങനെ മടക്കി വെച്ചു. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തു, ഇങ്ങനെ ചുരുട്ടി വെക്കും. ഉണ്ടോ, ഇങ്ങനെ ചുരുട്ടി വെക്കും. അങ്ങനെ ചുരുട്ടി വെച്ചതിന് ശേഷം ടൈ ചെയ്യും, കെട്ടി വയ്ക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും പോസിബിൾ അല്ലാത്തത്? ഈ ട്യൂബക്ടമി ചെയ്ത ഫീമെയിൽസിൽ അവർക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് സെക്ഷൽ ലൈഫ് ഉണ്ടെങ്കിലും ഇപ്പോൾ മെയില് അല്ലെങ്കിൽ മെയിൽ പാർട്ട്ണർ സെക്രീറ്റ് ചെയ്യുന്ന റിലീസ് ചെയ്യുന്ന സ്പേം യൂട്രസിലൂടെ മൂവ് ചെയ്ത് വരികയൊക്കെ ചെയ്യും. അങ്ങനെ വന്ന് ഫലോപ്പിയൻ ട്യൂബിന്റെ ഈ ഭാഗത്തെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ സ്റ്റോപ്പ് ആയി പോകും. അതുപോലെ തന്നെ എന്തായിരിക്കും, ഓവറി റിലീസ് ചെയ്യുന്ന ഓവം മൂവ് ചെയ്ത് വരികയും ഈ ഭാഗത്തെത്തി കഴിയുമ്പോഴത്തേക്കും അതും അവിടെ സ്റ്റോപ്പ് ആയി പോകും. അപ്പൊ അങ്ങനെ വന്ന ആ സ്പേമിനെയും അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക്ഡ് ആയ സ്പേമിനെയും ഓവത്തിനെയും ബോഡി തന്നെ അബ്സോർബ് ചെയ്യും. സോ ദിസ് ഈസ് കോൾഡ് ട്യൂബക്ടമി. ഇതാണ് ഫീമെയിൽസിലെ സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന ട്യൂബക്ടമി. അപ്പോൾ നമ്മൾ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ്? നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്, ബാരിയർ മെത്തേഡ്, ഇൻട്രാ യൂട്രിൻ ഡിവൈസസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇൻജക്റ്റബിൾസ്, സർജിക്കൽ മെത്തേഡ്. Okay, so that's all about birth control methods. The next topic is sexually transmitted disease. Sexually transmitted infections or STI എന്ന് വിളിക്കും. Sexually transmitted infections or venereal diseases. Venereal diseases. ഇതിന് നമ്മൾ മറ്റൊരു പേരും കൂടി വിളിക്കും, reproductive tract infections. Reproductive tract infections or RTI. Reproductive tract infections or RTI. Okay, നമുക്ക് പഠിക്കാൻ തന്നിരിക്കും, നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. എന്താണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്? അതായത് സെക്ഷൽ കോണ്ടാക്ട്, ഒരു മെയിൽ പാർട്ട്ണറും ഒരു ഫീമെയിൽ പാർട്ട്ണറും തമ്മിലുള്ള സെക്ഷൽ കോണ്ടാക്ട് മൂലം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാവുന്ന അസുഖങ്ങൾക്കാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്താണ്? ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോവുക അല്ലെങ്കിൽ പകരുക. അപ്പൊ എന്താണ്? സെക്ഷൽ കോണ്ടാക്ട് മൂലം ഒരാളിൽ നിന്നും, അപ്പോൾ ഇത് ഇപ്പോൾ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ചിലപ്പോൾ എന്തായിരിക്കും ഒരു സെക്ഷലി ട്രാക്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഡിസീസ് അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടാവാം. അപ്പൊ അത് ആ പാർട്ട്ണർ അതിന്റെ ഓപ്പോസിറ്റ് സെക്സ് പാർട്ട്ണറുമായിട്ട് കോയിറ്റസ് അല്ലെങ്കിൽ ഇന്റർകോഴ്സ് നടക്കുന്ന സമയത്ത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, രോഗമുള്ള ആളിൽ നിന്നും മറ്റൊരാളിലേക്ക് അത് പകർന്നേക്കാം. അതല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതല്ലെങ്കിൽ ചിലപ്പോൾ അത് മാത്രമല്ല, അതുപോലെ തന്നെ ചിലപ്പോൾ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഇപ്പോൾ എക്സ്റ്റേണൽ വജൈന അല്ലെങ്കിൽ സെർവിക്സ്, യൂട്രസിന്റെ ഭാഗം, അങ്ങനെയുള്ള ബർത്ത് കനാലിലും എക്സ്റ്റേണൽ ജനൈറ്റാലിയയിലും ഫീമെയിൽസിൽ ബാധിക്കുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ എന്താണ് മെയിൽസിൽ പെനിസിൽ അല്ലെങ്കിൽ ഇജാക്കുലേറ്ററി ഡക്റ്റില്, പെനിസിന്റെ എഡ്ജില്, അങ്ങനെയുള്ള ടെസ്റ്റിസിന്റെ ഭാഗത്തൊക്കെ ബാധിക്കുന്ന രോഗങ്ങൾ, അത് നമ്മൾ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. അത് സ്പേം മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സെമൻ മൂവ് ചെയ്യുന്ന ട്രാക്റ്റിലുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഓവം, അങ്ങനെ സ്പേം മൂവ് ചെയ്യുന്ന ട്രാക്റ്റിലുള്ളത് ഉണ്ടാകാവുന്ന അസുഖങ്ങൾ. സോ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ്, ഓർ വെനേറൽ ഡിസീസസ് എന്നും കൂടി വിളിക്കും. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഗൊണേറിയ, സിഫിലിസ്, ജനൈറ്റൽ, ഗൊണേറിയ, സിഫിലിസ്, ജനൈറ്റൽ ഹെർപ്പസ്, then ക്ലാമിഡയാസിസ്,
അടുത്തത് ജനൈറ്റൽ വാട്സ്, ദെൻ ട്രൈക്കോമോണിയാസിസ്, അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി, അടുത്തത് എയ്ഡ്സ്. ഓക്കെ, സോ ഗൊണേറിയ, സിഫിലിസ്, ജനൈറ്റൽ ഹെർപ്പസ്, ക്ലാമിഡയാസിസ്, ജനൈറ്റൽ വാട്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കൂടെ നമ്മൾ നേരെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ രോഗങ്ങൾ വരുന്നത്. അതായത് നമുക്ക് ചില ബാക്ടീരിയസോ ഈ രോഗങ്ങൾക്ക് കാരണമാവുന്ന ബാക്ടീരിയസോ അല്ലെങ്കിൽ വൈറസോ പോലുള്ള പാത്തോജൻസ് ആയിരിക്കും ഈ പാത്തോജൻസ്, ഇങ്ങനെയുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് പോലുള്ള പാത്തോജൻസ് നമ്മുടെ ബോഡിയിലേക്കും അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എത്തുന്നത് മൂലമായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഗൊണേറിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ്. അതിന്റെ പാത്തോജൻസിനെ കുറിച്ച് നമുക്ക് പേര് നമുക്ക് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ ഡിസീസുകൾ, ഏതൊക്കെയാണ് കോസേറ്റീവ്, എന്ത് അസുഖമാണെന്ന് പഠിച്ചാൽ മതി. ബാക്ടീരിയൽ ഡിസീസ് ആണ്. സിഫിലിസ് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ജനൈറ്റൽ ഹെർപ്പസ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണ്. ബാക്ടീരിയൽ ദെൻ ക്ലാമിഡയാസിസ് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ജനൈറ്റൽ വാട്ട് വൈറൽ ഡിസീസ് ആണ്. ട്രൈക്കോമോണിയാസിസ് പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറൽ ഡിസീസ് ആണ്. എയ്ഡ്സ് വൈറൽ ഡിസീസ് ആണ്. അപ്പോൾ ഈ രോഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ബാക്ടീരിയോ അല്ലെങ്കിൽ പ്രോട്ടോസോവനോ അല്ലെങ്കിൽ വൈറസോ പോലുള്ള സൂക്ഷ്മജീവികളൊക്കെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എത്തപ്പെടുന്നത് മൂലമായിരിക്കും ഈ രോഗം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ ഇതിന്റെ സിംറ്റംസ്, ഇത്തരം രോഗങ്ങളുടെ സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കുന്നത്. എങ്ങനെ ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് സ്ലൈറ്റ് പെയിൻ, ദെൻ ഇച്ചിങ്, സ്ലൈറ്റ് പെയിന്, ഇച്ചിങ്, then swelling, then fluid discharge. സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾക്ക് ഇതാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. സ്ലൈറ്റ് പെയിൻ ഉണ്ടാവും. സ്ലൈറ്റ് പെയിൻ അതായത് മൈൽഡ് റീപ്രൊഡക്റ്റീവ് ഭാഗത്ത് അല്ലെങ്കിൽ രോഗം ബാധിച്ചിരിക്കുന്ന അവയവങ്ങൾക്ക് അല്ലെങ്കിൽ ഭാഗത്ത് ചെറിയ വേദനകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇച്ചിങ്, ചിലപ്പോൾ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ചൊറിച്ചിലുകൾ ഉണ്ടാവാം, ഇച്ചിങ് ഉണ്ടാവാം. ദെൻ സ്വെല്ലിങ്, രോഗം വന്നിരിക്കുന്ന റീപ്രൊഡക്റ്റീവ് ഭാഗം എക്സ്റ്റേണൽ ജനൈറ്റാലിയോ അല്ലെങ്കിൽ പെനിസിന്റെ ഭാഗമൊക്കെ ചിലപ്പോൾ സ്വെല്ല് ചെയ്ത് നീര് വെച്ച് വീർത്തു വരാം. അതുപോലെ തന്നെ അവിടെ നിന്നും ചില ഫ്ലൂയിഡ് ഡിസ്ചാർജുകൾ ഉണ്ടാവാം. ചെറിയ ഫ്ലൂയിഡുകൾ പുറത്തേക്ക് വരുന്ന പോലെയോ ഒക്കെയുള്ള ഫ്ലൂയിഡ് ഡിസ്ചാർജുകൾ ഉണ്ടാവാം. അതെല്ലാം നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ പറയുന്ന എല്ലാ സിംറ്റംസും ഇതിനുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ നമ്മൾ എയ്ഡ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, ഹെപ്പറ്റൈറ്റിസ് ബി ഡിഫറെൻ്റ് ആണ്. അതെല്ലാം സെക്ഷൽ കോൺടാക്ട് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അവരുടെ എല്ലാത്തിൻ്റെയും ലക്ഷണം ഇങ്ങനെയല്ല. അത് നമ്മൾ എയ്ഡ്സിനെ കുറിച്ച് നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സ്ലൈറ്റ് പെയിന്, ഇച്ചിങ്, സ്വെല്ലിംഗ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഈ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസിന്റെ ലക്ഷണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ആ ഡിസീസുകളിൽ തന്നെ നമുക്കറിയാം, അതായത് ജനൈറ്റൽ വാട്ട്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്, ഈ 3 രോഗങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റുവാൻ സാധ്യമല്ല. എന്നാൽ മറ്റുള്ള രോഗങ്ങളൊക്കെ നമ്മൾ കൃത്യസമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് മനസ്സിലായാൽ, അതായത് പറഞ്ഞ പോലെ ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാലൊക്കെ നമുക്ക് പൂർണ്ണമായും ഭേദമാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഗൊണേറിയ, സിഫിലിസ്, ഹെർപ്പസ്, ക്ലാമിഡയാസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ. ഓക്കെ, ഇനി ഈ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കാന്നാണ് നോക്കുന്നത്. കോംപ്ലിക്കേഷൻസ് അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻസ്, അത് മെയിൽ പാർട്ട്ണറെയും അല്ലെങ്കിൽ മെയിലിനെയും അല്ലെങ്കിൽ ഒരു ഫീമെയിലിനെയും ബാധിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റെറിലിറ്റിയാണ്. ഓക്കെ, സ്റ്റെറിലിറ്റി ആയിരിക്കും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ഓക്കെ, ഇനി മറ്റൊന്നാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി
ഡിസീസ്, PID എന്ന് വിളിക്കും. PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഫീമെയിൽസിനെ മോർ കോമൺ ആയിട്ട് ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അതായത് ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, അവരുടെ ഒരു വജൈനൽ ഓപ്പണിങ്ങിൽ, വജൈനൽ ഓറിഫേസിലാണ് ഈ ഒരു രോഗം ബാധിക്കുന്നതെങ്കിൽ ഇത് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള സമയത്തിൽ നമ്മൾ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ അത് അപ്പർ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഇന്നർ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ബാധിക്കാനും സെർവിക്സിനെയൊക്കെ അത് ബാധിക്കാനും, അങ്ങനെ ഈ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ വീണ്ടും ഇൻഫെക്ഷൻസ് മറ്റുള്ള ഭാഗങ്ങളിലേക്ക്, മറ്റുള്ള ഇന്നർ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ബാധിക്കാനും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടാവും. അതാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി. അവിടെ വീണ്ടും മറ്റുള്ള രോഗങ്ങളൊക്കെ ഇൻഫെക്ഷൻ വീണ്ടും സ്പ്രെഡ് ചെയ്ത് മറ്റു രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ദാറ്റ് ഈസ് കോൾഡ്, അതാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അങ്ങനെ ഉണ്ടാവുന്ന മറ്റു പല രോഗങ്ങൾക്കാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റൊന്ന് പറയുന്നത് എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബ് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസി, ട്യൂബ് പ്രഗ്നൻസി. അടുത്തത് അബോർഷൻ. ഓക്കെ, എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കറിയാം, നോർമലി നമ്മൾ റിപ്രൊഡക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ആംപ്യുള്ളയിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുകയും ആ ഫെർട്ടിലൈസ് ചെയ്ത സൈഗോട്ട് ഡിവൈഡ് ചെയ്തു, ക്ലീവേജ് നടന്ന് ഡിവൈഡ് ചെയ്തു, ബ്ലാസ്റ്റോമിയർ ആവുന്നു. ആ ബ്ലാസ്റ്റോമിയർ മൂവ് ചെയ്ത് എവിടെ വരുന്നു? യൂട്രസിൽ വരുന്നു. യൂട്രസിന് വോളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു, അല്ലേ? നമ്മൾ അതിന് ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കും. അപ്പൊ നോർമലി ഈ യൂട്രസിലാണ് വന്ന് അറ്റാച്ച് ചെയ്ത് ഫീറ്റൽ ഗ്രോത്ത് നടക്കുന്നത്. പക്ഷേ ഫീമെയിൽസിൽ ചിലർക്ക് സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ട്യൂബ് പ്രഗ്നൻസി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫലോപ്പിൻ ട്യൂബിൽ, അതായത് ഇങ്ങനെ ഈ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റോമിയർ യൂട്രസിൽ എത്താതെ ഈ ഫലോപ്പിൻ ട്യൂബിൽ എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ആയിട്ട് എന്ത് സംഭവിക്കും? അവിടെ ചിലപ്പോൾ ഈ ഫീറ്റൽ ഗ്രോത്ത്, ഫർദർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫീറ്റൽ ഗ്രോത്ത് സംഭവിക്കാം. അങ്ങനെ ഫലോപ്പിൻ ട്യൂബിൽ ആ ഡെവലപ്മെന്റ്, ഫീറ്റൽ ഡെവലപ്മെന്റ് നടക്കുന്ന ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബ് പ്രഗ്നൻസി എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ സാധാരണ എന്താണ്, നമുക്കറിയാം പ്ലാസന്റേഷനിലോ അല്ലെങ്കിൽ ന്യൂട്രിയൻസിന്റെ ഒക്കെ കിട്ടാനൊക്കെ പ്രയാസം ഉണ്ടാവും. അതൊക്കെ ഫൈനലി അബോർട്ടഡ് ആയി പോകാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ട്യൂബിൽ ഉണ്ടാവുന്ന, ഫലോപ്പിൻ ട്യൂബുകളിൽ സംഭവിക്കാവുന്ന പ്രഗ്നൻസിക്കാണ് എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? അബോർഷൻ ആണ്. അബോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞ് പ്രഗ്നന്റ് ആവുകയും അത് എലിമിനേറ്റ് ചെയ്ത് റിമൂവ് ആയി പോവുക, അല്ലെങ്കിൽ എലിമിനേറ്റഡ് ആയി പല കാരണങ്ങൾ മൂലം അത് നശിച്ചു പോവുക, അല്ലെങ്കിൽ പ്രഗ്നൻസി ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാതെ പോകുന്ന കണ്ടീഷനാണ് നമ്മൾ അബോർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പലതരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒക്കെ ഉള്ളവർക്ക് സാധാരണ എന്തായിരിക്കും, അത് ആ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാലും അത് അബോർട്ടഡ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് അബോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, വെനറൽ ഡിസീസ് ഓർ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്. ബർത്ത് കൺട്രോൾ മെത്തേഡ്സിൽ ഇഞ്ചക്റ്റബിൾസും സർജിക്കൽസും എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, വെനറൽ ഡിസീസ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് ഇതിനെ വിളിക്കാൻ കാരണം മെയിലിന്റെയോ അല്ലെങ്കിൽ ഫീമെയിലിന്റെയോ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഉണ്ടാകുന്ന അണുബാധയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുമ്പോഴാണ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് വിളിക്കാൻ, ഇൻഫെക്ഷൻ എന്ന് വിളിക്കാൻ കാരണം എന്തായിരിക്കും? ഒരു മെയിൽ പാർട്ണർക്കോ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ പാർട്ണർക്കോ ഈ ഒരു അസുഖം വരുവാണെങ്കിൽ ഡ്യൂറിങ് കോയിറ്റസ് അല്ലെങ്കിൽ ഡ്യൂറിങ് സെക്ഷൽ കോണ്ടാക്ട് അസുഖമുള്ള ഒരാളിൽ നിന്നും അസുഖമില്ലാത്ത ഒരാളിലേക്ക് ഈ രോഗം പടരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ ഗൊണേറിയ, സിഫിലിസ്, ജനൈറ്റൽ ഹെർപ്പസ്, ക്ലാമിഡയാസിസ്, ജനൈറ്റൽ വാട്ട്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്. അപ്പൊ ഇത് ഓരോന്നും ഉണ്ടാക്കുന്നത് ചില സൂക്ഷ്മജീവികളാണ്. ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവൻ പോലുള്ളവരാണ്. അതിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും ജനൈറ്റൽ വാട്ട്സും നമുക്ക് കംപ്ലീറ്റ്ലി ദേ ആർ നോട്ട് ക്യൂറബിൾ. ബട്ട് ഇൻ കേസ് ഓഫ് ഗൊണേറിയ, സിഫിലിസ്, ജനൈറ്റൽ ഹെർപ്പസ് എക്സെട്ര ദേ ആർ ക്യൂറബിൾ. അവർ നമുക്ക് ക്യൂറബിൾ ആണ്. കൃത്യസമയത്ത് നമുക്ക് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ കൃത്യസമയത്ത് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാം
വ്യക്തമാക്കാവുന്നതാണ്. ഇനി ഈ രോഗങ്ങൾ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ പെൽവിസ് റീജിയനിൽ നമുക്ക് പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവും. ഇച്ചിങ് ഉണ്ടാവും, സ്ലൈറ്റ് പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടാവും. ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇതുപോലുള്ള രോഗങ്ങൾ നമുക്ക് തടയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ വളരെ ഹൈജീനിക് ആയി ഇരിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് വളരെ ക്ലീൻ ചെയ്ത് വളരെ ക്ലീൻ ചെയ്ത് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി ഒക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ഹൈജീൻ പെൽവിസ് ഭാഗങ്ങൾ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇന്നർ വെയേഴ്സ് ഒക്കെ അങ്ങനെയുള്ളത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ഇപ്പോൾ നമ്മൾ എയ്ഡ്സ് ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കോണ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ സെക്ഷൽ കോൺടാക്ട് നടക്കുമ്പോൾ നമ്മൾ കോണ്ടം പോലുള്ള ബാരിയറുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ ഒരു രോഗം പടരുന്നത്, ഇങ്ങനെയുള്ള എയ്ഡ്സ് പോലുള്ള രോഗം പകരുന്നത് നമുക്ക് കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, അത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.